പെൺകുട്ടികൾ കയറി മേയുന്ന വേറൊരു രംഗുണ്ട്. ഇഷ്കുർ റസൂൽ എന്ന് പറഞ്ഞിട്ട് കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. അല്ലാണ്ട് റസൂലിനെ ഇഷ്ടപ്പെടണം എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഈമാൻ പൂർണ്ണമാണെങ്കിൽ മുത്ത് ഹബീബിന് ഹൃദയത്തിന്റെ താളവും ആത്മാവിന്റെ സംഗീതവുമായി കൊണ്ടു നടക്കണം. അതിനൊന്നും ഒരു തർക്കമല്ല. റബിയത്തുൽ അദബിയ അങ്ങനെ നടന്നത് വാട്സാപ്പ് ഗ്രൂപ്പിൽ മേഞ്ഞിട്ടല്ല. നഫീസത്തുൽ മിസ്രി അவ்விதം ജീവിച്ചത് വാട്സാപ്പ് ഗ്രൂപ്പിലോ ട്വിറ്ററിലോ വോയിസും ടെക്സ്റ്റും വിട്ടിട്ടല്ല. നമ്മുടെ നാട്ടിൽ കുറെ പെണ്ണുങ്ങൾ ആഷിക്കാത്ത് ഗ്രൂപ്പുകൾ, എന്നിട്ട് നന്നായിട്ട് മനോഹരമായി പാട്ട് പാടുന്ന ഒരു ചെറുപ്പക്കാരന്റെ കല്യാണത്തിന്റെ അന്ന് ഇവരൊക്കെ ഹൃദയം പൊട്ടിയിട്ട് വിലാപം. അവരങ്ങനെ തന്നെ മെസ്സേജ് ഇട്ടുന്നു, പല ആഷിക്കാത്തുകളുടെയും ഹൃദയം പൊട്ടുന്ന ദിവസമാണ്. എന്ത് കാര്യത്തിന്? ഏതോ തന്നെ കല്യാണം കഴിയുമ്പോഴേക്കും ഇവരെ ഹൃദയം പൊട്ടിപ്പോകുകയെ. അപ്പൊ ആൾക്ക് ഇഷ്കും അതിന്റെ പാട്ടും ആരെയാണോ മദ്ഹ് ചെയ്യുന്നത്, ആ മംദൂഹാകുന്ന മദീനയിലെ രാജകുമാരനൊന്നുമല്ലേ വിഷയം. പാടിക്കൊണ്ടിരിക്കുന്ന മാദിഹാണോ പ്രധാനം? കണ്ട ഓരോ നിമിഷവും കഠിനമായ ഹറാമാണ്. ഇഷ്കിന്റെ പേരിൽ സംഘടിക്കുക, അഭിമായ നബിതങ്ങളുടെ സ്നേഹത്തിന്റെ പേരിൽ സംഘടിക്കുക. ഇങ്ങനെയൊക്കെ സംഘടിക്കാൻ ഏത് ഇസ്ലാമാണ് ഇവർക്ക് സമ്മതം കൊടുത്തത്? അപ്രകാരമാണ് മറ്റൊരു തോന്നിയാസം, പറയാതിരിക്കാൻ വയ്യ. കാലിഗ്രഫി. എന്നിട്ട് ആയത്തുകളും ദിക്റുകളും ഒക്കെ ഇങ്ങനെ കോലം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എഴുതുക. കാലിഗ്രഫിയുടെ സാധ്യതകളെ കുറിച്ചോ അത് ഇസ്ലാമിക ലോകം ഇസ്ലാമിക സംസ്കാരമുള്ള ബന്ധത്തെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. എന്നിട്ട് ഏതെങ്കിലും പെൺകുട്ടി ഈ പേനെടുത്തവരൊക്കെ കാലിഗ്രഫി ചെയ്യുന്നവരായി മാറിയിട്ടോളെന്തോ എഴുതിയിട്ട് ഇവരുടെ പൊതു ഗ്രൂപ്പുകളിൽ അവരിത് ഇടുക. എന്നിട്ട് ഇങ്ങോട്ട് അഭിനന്ദനങ്ങൾ ഇങ്ങോട്ട് വരിക, നിന്റേത് നല്ല ഉഷാറുണ്ട് എന്നൊക്കെ പറയാ. ഈ കുറിപ്പുകാരൻ എന്താ ഉദ്ദേശിച്ചതെന്ന് റബ്ബിനറിയാം. പിന്നെ അഭിനന്ദനങ്ങൾ PM-ലേക്ക് പോവുക, നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുക. ഇതിന്റെ ഇടയിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുക. ഭർത്തർമതികൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നവരോടൊപ്പം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. നല്ല കാര്യങ്ങളുടെ പേരിൽ ഇബ്ലീസ് മനുഷ്യനെ നശിപ്പിക്കുന്ന ചില ഉദാഹരണങ്ങളാണിത്. ശ്രദ്ധ വേണം.